ഹലോ, നമ്മുടെ പുരസ്കാരം സ്വീകരിച്ച പ്രിയതാരം മീനാക്ഷി കുട്ടിയെ നിങ്ങളോട് സംസാരിക്കാൻ മറുമൊഴിക്കായി ഹൃദയപൂർവ്വം ഹൃദയത്തിന്റെ ഭാഷയിൽ ഒറ്റപ്പാലം ഫിലിം അക്കാദമിക്ക് വേണ്ടി ജനനന്മ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് വേണ്ടി ആദരവപൂർവ്വം ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാനും ഇങ്ങനെ ഒരു ആദരവ് സ്വീകരിക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ വന്നപ്പോൾ ഒരു ഭയങ്കര ഒഫീഷ്യൽ പരിപാടി കഴിഞ്ഞും ഒക്കെ നല്ലൊരു ഫാമിലി പോലെ കുറേ പേര് ഒത്തുകൂടിയിരുന്ന് എല്ലാവരും 2 ദിവസത്തേക്ക് ഒരു വെക്കേഷനൊക്കെ പോലെ നല്ലപോലെ എൻജോയ് ചെയ്തൊരു പ്രോഗ്രാമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പം അങ്ങനെ കാണാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇത്ര ഫ്രീ ആയിട്ട് ഇടപഴകാനും, നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എല്ലാവരും പറഞ്ഞു നല്ല ഫുഡായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ ഒരു ഏജുള്ള സമയത്താണ് ഞാനും ഫസ്റ്റ് ടൈം ഇങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ ആങ്കർ ചെയ്യാനും ഒക്കെ വരുന്നത്. ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കറിയാം ഇത് എത്രത്തോളം സന്തോഷമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ ഒരു പ്രായമുള്ള ആൾക്കാരുടെ കൂടെ, ഏകദേശം നമ്മുടെ ഒരേ പ്രായമുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പൊക്കെ വരിക എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം സന്തോഷം കിട്ടുമെന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ആക്ടിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പരിചയപ്പെടുത്താനായിട്ട് സ്പെഷ്യലി ചേട്ടനുണ്ടായിരുന്നു. അതൊക്കെ അറിയാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വർക്ക്ഷോപ്പുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇത്ര ആക്റ്റീവായിട്ട് ഒറ്റപ്പാലത്ത് നടക്കുന്നതിൽ എനിക്ക് പ്രത്യേക സന്തോഷമാണ്. ഇപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഒറ്റപ്പാലത്ത് മാത്രം എപ്പോൾ ഫ്രെയിം വെച്ചാലും മടുക്കില്ല എന്ന് പറഞ്ഞു. എല്ലാ പ്രാവശ്യവും വെക്കും ഓരോ പുതിയ ഫ്രെയിമാണ്. കാരണം അത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒറ്റപ്പാലം വളരെ സ്പെഷ്യലാണ്. ഞാൻ തന്നെ പല മൂവീസിൻ്റെ ഷൂട്ടുകൾക്കായിട്ട് ഒറ്റപ്പാലം കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. വരിക്കാശ്ശേരി മണിയിലാണെങ്കിലും ഒക്കെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതൊരു പുതിയ സ്ഥലമല്ല, ഞാൻ എപ്പോഴും വന്നു പോകുന്നൊരു സ്ഥലം പോലെ തന്നെയാണ്. ഇവിടുത്തെ ആളുകളായാലും ഒക്കെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരാണ്. എന്നെ ഇങ്ങനെ ഒരു ആദരവ് തരാനായിട്ട് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് അറിയിക്കുന്നു. എന്നെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തതിനും ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു അവാർഡ് വാങ്ങുന്നത്. മറ്റു പല അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അവാർഡ് എനിക്ക് ആദ്യമായിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സോഷ്യൽ സർവീസായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഏജിന് താഴെയാണ് എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും സ്വന്തം അഭിപ്രായങ്ങളൊക്കെ പറയാനും സ്വന്തമായി ചിന്തിക്കാനും ഒക്കെ വളരെയധികം സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുക.